നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ ഒരേ ഡോസിലുള്ള ഒരേ മരുന്ന്, പക്ഷെ ഒന്നിന് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ മറ്റൊന്നിന് ഓവൽ ഷേപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ ഷേപ്പ് സെയിം ആണെങ്കിൽ തന്നെ രണ്ടിന്റെ കളറിലും വ്യത്യാസം ഉണ്ടാവും. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ? സത്യം പറഞ്ഞാൽ കളറും ഷേപ്പും ഒന്നുമല്ല ഒരു മരുന്നിന്റെ ശക്തിനെ തീരുമാനിക്കുന്നത്, മറിച്ച് അതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്, അല്ലെങ്കിൽ കോർ എലമെന്റ് ആണ് അതിന്റെ ആക്ടിവിറ്റിനെ തീരുമാനിക്കുന്നത്. ഇത് എല്ലാ മെഡിസിൻസിലും സെയിം ആയിരിക്കും. ഇനി ഇവിടെ എന്താണ് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അതിൽ ആഡ് ചെയ്യുന്ന എക്സിപ്പിയൻസിലാണ്. അതായത് ഇതിൽ ആഡ് ചെയ്യുന്ന ബൈൻഡേഴ്സും ഫില്ലിംഗ് ഏജൻസിക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ആ ടാബ്ലറ്റിന് ഒരു ഷേപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്നൊന്നും പൊട്ടാതിരിക്കാനും പിന്നെ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാ കമ്പനീസും അവരവരുടെ കളറും ഷേപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ട്സിനെ മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്ന് വ്യത്യസ്തമാക്കും. കൂടാതെ അവരുടെ മരുന്നിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഈ സ്റ്റെബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ മരുന്ന് ഈസിലി കഴിക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കമ്പനിയുടെ പാരസെറ്റമോൾ ടാബ്ലറ്റും മറ്റൊരു കമ്പനിയുടെ പാരസെറ്റമോൾ ടാബ്ലറ്റും കാണുമ്പോൾ വ്യത്യാസമുള്ളത്. പക്ഷേ രണ്ടിനും ഒരേ എഫക്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കമ്പനികളും വ്യത്യസ്ത ഫില്ലറുകളും കോട്ടിങ്സും കളേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ ചിലർക്കൊക്കെ ചില ബ്രാൻഡുകളുടെ മെഡിസിൻസ് കഴിക്കുമ്പോൾ അലർജി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മരുന്നിന്റെ ബ്രാൻഡൊക്കെ മാറുമ്പോൾ ഈ ഹെൽത്ത് പ്രൊഫഷണൽസിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മെഡിസിന്റെ സൈസും ഷേപ്പും വെച്ചിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, മറിച്ച് അതിന്റെ ഡോസും ക്വാളിറ്റിയും അതുപോലെ തന്നെ കറക്റ്റ് യൂസൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാം.